ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് CPI-ക്കാർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. കാരണം അവരിപ്പോഴും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സമീപനം തന്നെ തുടരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കൊളുത്തില്ല, പാകിസ്ഥാൻ്റെ ഇതിൻ്റെ പതാകയുടെ മുന്നിൽ വിളക്ക് കൊളുത്തുള്ളൂ, അങ്ങനെയുള്ള വല്ല നിലപാടുമാണോ? എന്താ എൻ്റെ ഭാരതാംബയ്ക്ക് എന്താ പ്രശ്നം? അതായത് സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ അല്ല, ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതീകമായിട്ടല്ലേ കണ്ടിരിക്കുന്നത്. ഭാരതാംബ RSSന്റെ ഭാരതാംബയും CPI-യുടെ ഭാരതാംബയും എങ്ങനെയാന്ന്? CPI-യുടെ ഒരു ഭാരതാംബ വെച്ചാൽ മതി. അതെങ്ങനെയാ ഭാരതാംബ എന്ന് എനിക്കറിയില്ല. അല്ല, RSSന് കാവിക്കൊടി ഇല്ലല്ലോ. കാവിക്കൊടി RSSൻ്റെതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ദേശീയ പതാകയിലടക്കം കാവിയുണ്ട്. അപ്പൊ CPI-യുടെ ചുവന്ന കൊടി വെച്ചിട്ടുള്ള ഭാരതാംബയാണെന്നാണോ? എനിക്കറിയില്ല അതെന്താന്ന്. കാരണം CPI-ക്കാർക്ക് അവർക്ക് അവരുടെ നിലപാടെന്താണെന്ന് അവരിപ്പോഴും വ്യക്തമല്ല. കാരണം 62-ൽ അവർ ചൈനീസ് യുദ്ധം നടന്നപ്പോൾ, ചൈനയെ ആക്രമിച്ചപ്പോൾ ചൈനയെ പിന്തുണച്ച ആൾക്കാരാണ് അവർ. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ രാജ്ഭവൻ പരിപാടിയെക്കുറിച്ച് അല്ല കമൻറ്റ്. ഈ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല. ഭാരതാംബയുടെ മുമ്പിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ, ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ പതാകയുടെ മുന്നിലാണോ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് CPI-ക്കാർ വ്യക്തമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവും ഇവരാരുടെ കൂടെയാണ് എന്നുള്ളത്. പിന്നെ അതായത് പറഞ്ഞത് ഈ ഭാരതാംബ എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, CPI-യുടെ ഒരു ഭാരതാംബയും കാണിക്കട്ടെ. CPI-യുടെ ഭാരതാംബ എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അല്ല, ഞാൻ ആ പരിപാടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനത്തെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അത്ര ഉള്ളൂ. ഈ നിലമ്പൂരിൽ ഏറ്റവും അവസാന നിമിഷമാണ് BJP. ആദ്യം BJPക്ക് ആണ്ടിട്ടുണ്ടാവില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. ഏറ്റവും അവസാനം കേരള കോൺഗ്രസിൽ നിന്നും ഒരാളെ വെക്കുന്ന അല്ല, അതൊക്കെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഞാൻ 10-15 ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ പറയാം. നിലമ്പൂരിലെ BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഓരോ തെരഞ്ഞെടുപ്പിലും BJP കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലമ്പൂരിൽ നേരത്തെ 8500 വോട്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 17,000 വോട്ടായി. സ്വാഭാവികമായും അത് കൂടുതൽ വർദ്ധിക്കും. വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ BJPയെ സംബന്ധിച്ചിടത്തോളം. അല്ല, അതെനിക്കറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അല്ല, അദ്ദേഹം പിന്നെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തൂലല്ലോ. അല്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണല്ലോ. അല്ല, അങ്ങനെയല്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ BJPയുടെ അധ്യക്ഷനല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അല്ല, കേരള കോൺഗ്രസ് എന്നല്ല, നാളെ പിന്നെ മറ്റു പല പാർട്ടികളിൽ നിന്നും ആൾക്കാർ BJPയിലേക്ക് വരുന്നില്ലേ? CPM-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ പലരും അങ്ങനെ വരും. അവരൊക്കെ BJPയിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റും. അതൊക്കെ അവരുടെ തമ്മിലുള്ള തർക്കമല്ലേ. അതായത് CPM-ലും കോൺഗ്രസിലും അൻവർ ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ അൻവറിന് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അപ്പോൾ ഈ കട്ടതിന് ശേഷം ആ കട്ട സാധനങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള തർക്കം, ആ തർക്കമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് CPM 9 കൊല്ലം CPM-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ആ ആളുമായിട്ട് അവർക്ക് എന്താ ഇപ്പോൾ പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? അതിനു മുമ്പ് ഇത്രയും കാലം കോൺഗ്രസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് അവർക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ആശയപരമായിട്ട് ഇവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലുള്ള തർക്കം എന്നല്ലാതെ CPM കോൺഗ്രസും തമ്മിൽ പോലും തർക്കം അതല്ലേ ഉള്ളൂ. അവരുടെ അവിടുന്ന് അതിർത്തി കടന്നു കഴിഞ്ഞാൽ, പാലക്കാട് കടന്നാൽ അവർ ഒരുമിച്ച. നിലമ്പൂരിന്റെ അതിർത്തി തൊട്ടപ്പുറത്താണ് അതിർത്തി. അപ്പുറത്ത് ഗൂഡല്ലൂരിലെത്തിയാൽ അവർ ഒരുമിച്ച. ഇപ്പത്തെന്ത് ഇത്ര വലിയ തർക്കം? ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു, അത്രേ ഉള്ളൂ.